ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനയോടെ കടക്കുന്നു. ലോകസംഭവങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കർത്താവ് വരുവാൻ കാലം അടുത്തു എങ്കിലും മനുഷ്യരിൽ വിശ്വാസവും ദൈവാശ്രയവും കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികൾ ഇല്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 5-6 വചനങ്ങൾ. നമുക്ക് ശക്തി നൽകുന്നതും നമ്മെ ജയത്തോടെ നടത്തുന്നതും ദൈവമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ ദൈവത്തിൽ ആശ്രയിക്കാതെ ആർക്കും ജയകരമായൊരു ജീവിതം, ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഓട്ടത്തോട് ഉപമിച്ചാണ് ദൈവത്തിനെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ഓട്ടം ഓടിത്തികയ്ക്കണമെങ്കിൽ, വിജയം നേടണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ജീവിച്ചേ മതിയാവും. ആത്മനിറവാണ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ നാം എടുക്കപ്പെടുവാനുള്ള യോഗ്യത. ചിലർ ചിന്തിക്കുന്നത് ആത്മനിറവെന്ന് പറയുന്നത് ശരീരം വിറപ്പിക്കുന്നതോ ഉച്ചത്തിൽ പാടുന്നതോ അല്ലെങ്കിൽ പുതുഭാഷകളിൽ സംസാരിക്കുന്നതോ മാത്രം ആണ് ആത്മനിറവെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, നടത്തപ്പെടുന്ന ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും യേശുവിന് കർത്തൃത്വം നടത്തുവാൻ അനുവാദം കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. അത് കേവലം ബഹളങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എന്നാൽ പാപപ്രകൃതിക്ക് മാറ്റം വരാതെ നമുക്കൊരിക്കലും ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം സാധ്യമല്ല. നാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാതിരിക്കുമ്പോൾ നമ്മുടെ സ്വയം അല്ലെങ്കിൽ ജഡം നമ്മളിൽ സ്വാധീനം ചെലുത്തി ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അനുസരിച്ച് നാം ജീവിക്കുവാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് ആത്മാവിൽ നിറയപ്പെടുന്നത് എപ്പോഴും നാം ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് നാം ദൈവത്തിൽ നിരന്തരം ആശ്രയിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ശാപങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചുമാണ് യിരെമ്യാ പ്രവാചകൻ വ്യക്തമായിട്ട് ഇന്ന് നമ്മൾ വായിച്ച ദൈവവചനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമത്തിൽ പലപ്പോഴും മാനുഷിക ബുദ്ധിയിലും മനുഷ്യൻ്റെ ജ്ഞാനത്തിലും മനുഷ്യൻ്റെ ശക്തിയിലും നാം ആശ്രയിച്ചു പോവുകയാണ്. അപ്പോൾ നാം ദൈവശക്തിയുടെ മേഖലകളിൽ നിന്ന് വളരെ അകന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാം. ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം, ആത്മീയ ജീവിതം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ജയിക്കുവാൻ കഴിയുന്നതല്ല. നാം പോരാട്ടം നടത്തുമ്പോൾ, ജഡത്തോടും ലോകത്തോടും പാപത്തോടും ലോകമോഹങ്ങളോടും പോരാട്ടം നടത്തുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ആത്മാവിൽ നിറയപ്പെടുന്നവർക്ക് മാത്രമേ ആ പോരാട്ടത്തിൽ ജയം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എല്ലാ നന്മകളുടെയും സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടമായ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്, നാം പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് സഭയാകട്ടെ, വ്യക്തിയാകട്ടെ, രാജ്യമാകട്ടെ, ആരുമാകട്ടെ, ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം എന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ അത് പരാജയത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. അതിൻ്റെ കാരണം നാം ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മിൽ തന്നെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാനുഷിക ശക്തിയിൽ നാം ആശ്രയിക്കരുത്. അത് ആത്മീയമായ നമ്മുടെ വരൾച്ചയ്ക്കും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിനും ഒക്കെ തടസ്സം സൃഷ്ടിക്കുന്നതാണ്. ജീവിതം നിഷ്ഫലമായിട്ട് പോകും, ഫലമില്ലാത്തതായിട്ട് തീരും. അഭിവൃദ്ധിയും ആത്മീയ നന്മകളും ദൈവിക സന്തോഷവും രക്ഷയുടെ അനുഭവങ്ങളും ഒന്നും നമുക്ക് അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് യഹോവയിൽ ആശ്രയിക്കുകയും
യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരായിട്ട് നാം മാറണം. നാം ശക്തിയില്ലാത്തവരെന്നും പരിമിതിയിൽ ഒരുപാടുള്ളവരാണെന്നും ദൈവശക്തിയിൽ മാത്രമേ എനിക്ക് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നും ബോധ്യമായാൽ ആ നിമിഷം മുതൽ നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ ആരംഭിക്കും എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം ദൈവത്തിൽ ആശ്രയിക്കാതെ, ആത്മാവിൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കാതെ സ്വന്തം ഭുജത്തിൽ ഊന്നിക്കൊണ്ട് യാത്ര ചെയ്യുന്നത്. തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ നാം ചേർക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നിത്യതയിൽ നാം പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ പരിഹാരം. രക്ഷിക്കപ്പെടുന്ന, വീണ്ടും ജനനം പ്രാപിച്ച എല്ലാ ദൈവമക്കളും നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമുഖം അന്വേഷിച്ച് തങ്ങളെ തന്നെ താഴ്ത്തി ജീവിച്ചാൽ തീർച്ചയായും ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നാം അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം അനുസരിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ആത്മാവിൽ നിറയുവാനും ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് സഹായിക്കണം. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിണ്മയമാകും ശരീരം